ഇതുപോലെ കംപ്ലൈന്റ് ആയ മൈക്രോവേവ് ഓവനുകൾ നമ്മൾ ഇത് കമ്പനിയിൽ കൊണ്ടുവരുന്ന സമയത്ത് അവർ പറയും ഇതിന്റെ ബോർഡ് പോയി ശരിയാക്കാൻ പറ്റില്ല, നിങ്ങൾ പുതിയത് മേടിക്കുന്നതാണ് നല്ലതെന്ന്. അപ്പോൾ അവരോടൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങളെ വീട്ടിലെ മൈക്രോവേവ് ഓവൻ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അത് ശരിയാക്കാൻ പറ്റിയ ഒരു സ്ഥലം നമ്മളെ തൃശ്ശൂരുണ്ട്. ചൂടാകാത്ത കംപ്ലൈന്റ് ഒക്കെ ആണെങ്കിൽ ആ കസ്റ്റമറോട് വെയിറ്റ് ചെയ്ത് 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് എന്ത് കംപ്ലൈന്റ് ആണെങ്കിലും മാറ്റി കൊടുക്കും. ഒന്ന് ആ ബ്രാൻഡല്ല ഇത് അസംബ്ലി ചെയ്യുന്നത്, അവർ മറ്റൊരു ബ്രാൻഡിൽ നിന്ന് വാങ്ങി ആ ബ്രാൻഡിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് സെയിൽ ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പോൾ നവാസിന് നോക്കിയാൽ ഇപ്പൊ കാണാൻ പറ്റും ഓവന്റെ പേര് വേറെ, അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സ്പെയർ പാർട്സിന്റെ. അതെ, ഞാൻ ഇവിടെ വന്നപ്പോ ആദ്യം ശ്രദ്ധിച്ച കാര്യം എന്താ പറഞ്ഞാലേ ഇതിന്റെ ഉള്ളില് ഈ ഇരിക്കുന്ന മാഗ്നറ്റോൺ, അപ്പൊ അതിന്റെ ഒരു പേരും ഇതാ ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മളെ വേറൊരു ബ്രാൻഡിന്റെ സാധനം ഇരിക്കുന്നുണ്ട്, അതിലെ ഉള്ള സാധനത്തിന്റെ മേലുള്ള പേരും വളരെയധികം വ്യത്യാസമുണ്ട്. അതായത് അത് ബ്രാൻഡിന്റെ എല്ലാ സ്പെയർ പാർട്സിലും ആ ബ്രാൻഡിന്റെ പേരുണ്ടാവും, അവരുടെ തന്നെ പ്രൊഡക്റ്റ് ആണ്. ഇതങ്ങനെയല്ല, ഇത് ചൈനീസ് പ്രൊഡക്റ്റ് ആണ്. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഓരോ ബ്രാൻഡുകാരും വാങ്ങി നോയിഡ ടിവിയുടെ കാര്യം പറഞ്ഞ മാതിരി. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത് നമുക്ക് ശരിയാക്കാൻ പറ്റും. അപ്പൊ സുഹൃത്തുക്കളെ പ്രത്യേകം പറയാം, ഇദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ ഈ വീഡിയോന്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും മൈക്രോവേവ് ഓവൻ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മളെ മാത്യു ചേട്ടനെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ മാത്യു ചേട്ടനെ പോലെ തന്നെ മറ്റൊരു വ്യത്യസ്ത വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.